കുറഞ്ഞ ഫീസിൽ കൂടുതൽ സൗകര്യത്തോടെ നിലമ്പൂർ ഗുഡ് ഹോപ്പ് എന്നും നിങ്ങൾക്കൊപ്പം. ഇന്ന് തന്നെ ഗുഡ് ഹോപ്പ് സ്കൂൾ സന്ദർശിച്ച് ബോധ്യപ്പെട്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിലമ്പൂർ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ നിയമക്കുരുക്ക്. സമവായം കണ്ടെത്താൻ നഗരസഭാ സെക്രട്ടറി ചുമതലപ്പെടുത്തി. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിയമക്കുരുക്കൊഴിവാക്കാൻ ബോർഡ് യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. 8 വർഷം മുൻപ് പൊളിച്ച ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടത് വലത് ഭരണസമിതികൾ 2 DPR തയ്യാറാക്കിയതാണ് പ്രശ്നം നിയമക്കുരുക്കിലേക്ക് നീങ്ങാൻ കാരണം. DPR തയ്യാറാക്കിയ ഏജൻസികൾക്ക് പണം നൽകുകയും ചെയ്തു. ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് ഒരു DPR മാത്രമേ അംഗീകരിക്കാനും പണം നൽകാനും കഴിയൂ. എന്നാൽ DPR തയ്യാറാക്കിയവർ പണം കൈപ്പറ്റുകയും ചെയ്തതോടെ ഇതിലെ നിയമ തടസ്സം നീക്കാതെ നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയൂ. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിയോട് ഇതിലെ തടസ്സങ്ങൾ നീക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൌൺസിൽ ആരാഞ്ഞു. ഇതോടെ നിയമപരമായി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസവും സാങ്കേതിക വിഷയങ്ങളും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. DPR തയ്യാറാക്കിയ 2 പേരെയും വിളിച്ചു വരുത്തി ഒരു സമവായ ശ്രമം നടത്തുന്നതാകും വേഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നും സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇരുവരുമായി സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളാകണം സമവായത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും സെക്രട്ടറി പറഞ്ഞു. MLA ഉൾപ്പെടെ നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടില്ലെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. അതിനാൽ സെക്രട്ടറി കൌൺസിൽ ഈ കാര്യത്തിൽ സമവായത്തിന് ചുമതലപ്പെടുത്തി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് 2018 പൊളിക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും യാഥാർത്ഥ്യമായില്ല. 2020 ഭരണത്തിൽ വന്ന LDF ഭരണസമിതിയുടെ പ്രഖ്യാപനം 6 മാസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു. 2015 തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുൻപ് തട്ടിക്കൂട്ടി നിർമ്മാണം ഉദ്ഘാടനം നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന UDF ഭരണസമിതി ഇത് വേണ്ടെന്ന് വെച്ചു. ലാഭകരമായി ഉടൻ നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നീളുമെന്ന് തന്നെയാണ് സൂചന. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു DPR ആണ് വേണ്ടത്. അതിപ്പോ ആര് തയ്യാറാക്കി എന്നുള്ള അപ്പൊ ഇതിനകത്ത് സിയാദ് തയ്യാറാക്കിയതാണെങ്കിൽ 2 തവണ പൈസ കൊടുത്തു. അപ്പൊ സിയാദ് തയ്യാറാക്കിയത് മറ്റൊരു ആള് തന്നെയാണ് എന്ന് പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഇപ്പൊ നഗരസഭയിൽ നിൽക്കുന്നതാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത, കൗൺസിൽ പറഞ്ഞാൽ എനിക്ക് അത് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇതിനകത്തൊരു നിയമോപദേശം തേടിയാല് ഇപ്പൊ സാധാരണ രീതിയിൽ നിയമോപദേശം തേടുന്നത് നിയമപരമായ കോംപ്ലിക്കേഷൻ ഉള്ളതാണെങ്കിലും ഇതിനകത്ത് ഇപ്പൊ നമുക്കൊന്നിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്കൊന്നിന്റെ കാര്യങ്ങളിൽ അസംഷൻ എത്താനുണ്ട്. ഒന്നാമത്തെ കാര്യം സിയാദ് ഇത് നമ്മൾ എഗ്രിമെന്റ് വെച്ചെങ്കിലും ആ എഗ്രിമെന്റ് കാലാവധിക്കുള്ളിൽ സിയാദ് ഇത് പൂർത്തീകരിച്ചിട്ടില്ല. എന്ത് കാരണവും തന്നെ ആയാലും ശരി സിയാദ് നഗരസഭയെ പൂർത്തീകരിച്ച് ഇത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് സിയാദിന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കാണ്. നിയമപരമായ പ്രശ്നം വരുമ്പോൾ അതും ഹൈലൈറ്റ് ചെയ്യും. രണ്ടാമത്തെ വിഷയം പറഞ്ഞാൽ ഇത് പുതിയതായിട്ട് എടുത്തവർ സിയാദിനെ കോപ്പി ചെയ്തതാണെന്ന് പറഞ്ഞാൽ അത് സിയാദ് അവർ തമ്മിലോ തർക്കത്തിൽ പോവുമെങ്കിൽ നമ്മൾ ആ തർക്കത്തിൽ നമ്മൾ ഭാഗമാവില്ല. പക്ഷെ ഇവർക്ക് കൊടുത്ത ഈ പൈസ ആരാണ് ഇതിപ്പോ നമ്മളെ ഒരാളെ സിയാദിനെ ഏൽപ്പിക്കുന്നത് നോക്കുക. സിയാദിനെ തന്നെ ഏൽപ്പിച്ചാൽ നിയമപ്രശ്നം ഒരുപാടുണ്ട്. സിയാദിനെ ഏൽപ്പിച്ചാലും ഈ പൈസ ഇവരുടെ കയ്യിൽ ഈ പൈസ നമ്മൾ തിരിച്ചു വിളിച്ചു വരും. നേരെ തിരിച്ചു ഇവരാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ സിയാദിന്റെ പൈസയും തിരിച്ചു പിടിച്ചേ പറ്റുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കക്ഷി കോടതി കേസിൽ പോകും. ഒരു കക്ഷി കേസിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായിട്ട് തർക്കത്തിൽ നമ്മളെ കക്ഷികളല്ലെങ്കിലും നമ്മളെ കക്ഷികളാക്കി നമുക്ക് നല്ലൊരു തടസ്സം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ ഇടപെടൂ. ഇല്ലെങ്കിൽ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്കിലും ആവത്തില്ല, ആർക്കും ആർക്കും ഗുണമൊന്നുമില്ല. പകരം നഗരസഭ കാര്യമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഇവിടെ എന്ത് വന്നാലും ആര് കേസിന് പോയാലും സിയാദാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ നഗരസഭയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നഗരസഭയുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് സിയാദ്, മറ്റുള്ളവരാണല്ല. അപ്പോൾ സിയാദ് തന്നെ ആണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമ്മളുടെ DPR-ഉം അതിന് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ സ്റ്റേകളോ അതുപോലത്തെ കാര്യങ്ങളോ ഒക്കെ വരാം. ഇത്തരം കാര്യങ്ങൾ നിന്നാൽ നമുക്കിത് ലോൺ വേണം, KVRDFCന് ലോൺ വേണം. അവർ പോലും ലോൺ തരാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും നിയമം
നിയമോപദേശം തേടിയാൽ കാര്യങ്ങൾ അതിനകത്തുണ്ടാവില്ല. നിയമോപദേശം തേടിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളോട് കീറി ഒഴിച്ച് പരിശോധിച്ച് ഇന്നാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇന്നാർക്ക് കൊടുക്കണം, കൊടുത്തതിന് ശേഷം മറ്റേയാളുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനമേ വരുത്തുള്ളൂ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.